അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഈസി കുക്കിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചൂടാവാത്ത പ്രശ്നമാണ്. അതിൻ്റെ ഫാന് വർക്കാകുന്നുണ്ട്, അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ വർക്കാകുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരു പ്രശ്നമാണ് നമ്മൾ നോക്കുന്നത്, പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് നോക്കാം. സാധാരണ ഇൻഡക്ഷൻ കുക്കറുകൾ ഫാന് വർക്കാകാത്ത പ്രശ്നങ്ങളോ ലൈറ്റ് കത്താത്ത പ്രശ്നം, സ്വിച്ച് വർക്കാകാത്ത പ്രശ്നങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രിഡ്ജ് റെക്റ്റിഫയർ, igbt പോലെയുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകളൊക്കെ പോയത് കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഓണാവുന്ന സമയത്ത് ഫീസ് അടിച്ചു പോവുകയോ ബ്രേക്കർ താവുന്ന പ്രശ്നമൊക്കെ ഉണ്ട് എങ്കിൽ അതും അതിൻ്റെ igbt ബ്രിഡ്ജ് റെക്റ്റിഫയർ പോലെയുള്ള അതിൻ്റെ മേജർ സാധനങ്ങളുടെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കും. ഇവിടെ ചൂടാകാത്തൊരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. അതിപ്പോൾ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ കോയിൽ ഊരി മാറ്റി വെക്കാം. കോയിൽ കംപ്ലൈൻ്റ് ആവുക എന്നുള്ളത് വളരെ ദുർലഭമാണ്. കാരണം അത് കമ്പിച്ചുരുളുകളായതുകൊണ്ട്, നല്ല കട്ടിയുള്ള കമ്പി ആയതുകൊണ്ട് അത് കത്തിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻസറാണ്. കുക്കർ ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് കട്ട് ഓഫ് ആകാനുള്ള സെൻസറാണ് ഇത്. ഇപ്പോൾ സെൻസർ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സെൻസർ ഓപ്പൺ ആയി പോകുകയോ ഷോർട്ടായി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ കുക്കർ ഓണാവാൻ സാധ്യത കുറവാണ്. നമുക്ക് അതിൻ്റെ സെൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് മൾട്ടിമീറ്റർ 200K എന്ന പൊസിഷനിൽ ഇട്ടുകൊണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 81 കിലോ ഹോംസ് കാണിക്കുന്നുണ്ട്. 81 കിലോ ഹോംസ് കാണിക്കുന്നുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയും ചൂട് കുറയുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ കുക്ക് അതിൻ്റെ ടോപ്പ് ഭാഗം ഓവർ ഹീറ്റ് ആകുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ട് കട്ട് ഓഫ് ആകുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കതൊന്ന് ചൂടാക്കി നോക്കാം. അവിടെ 81 എന്നുള്ള 57, 56, 85 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല. അതങ്ങനെ ചൂടാകുന്നതിനനുസരിച്ച് 0 വരെ എത്തുന്നതാണ്. ഇനി നമുക്ക് ഹീറ്റ് ഒഴിവാക്കി നോക്കാം. റെസിസ്റ്റൻസ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 55, 56, 57 അങ്ങനെ 81 വരെ അത് പോകും. ഇങ്ങനെയാണ് നമുക്കതിൻ്റെ സെൻസർ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെൻസറിൻ്റെ ഭാഗം ഓക്കെയാണ്. ഇനി അതിൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ബ്രിഡ്ജ് റെക്റ്റിഫയർ കംപ്ലൈൻ്റ് അല്ല, igbt കംപ്ലൈൻ്റ് അല്ല. അതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളല്ല കാണിക്കുക. അപ്പോൾ അതിൻ്റെ റെസിസ്റ്ററിൽ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആവുകയോ ഷോർട്ട് ആവുകയോ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്കതിൻ്റെ ഹീറ്റിംഗ് കോയിലൊന്ന് അഴിച്ച് മാറ്റി വെക്കാം. സെൻസർ ആൾറെഡി അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഹീറ്റിംഗ് കോയിലൊന്ന് അഴിച്ച് മാറ്റി വെക്കാം. ഇതാണ് അതിൻ്റെ മാസ്റ്റർ ബോർഡ്. മാസ്റ്റർ ബോർഡ് നമുക്കതിൻ്റെ ഒന്ന് അഴിച്ചെടുക്കാം. പവർ സപ്ലൈ നമ്മൾ ഒഴിവാക്കി, ഫാന് നമ്മൾ ഒഴിവാക്കി. ഇതാണ് അതിൻ്റെ ബോർഡ് എന്ന് പറയുന്നത്. ഇതിൽ 3 കപ്പാസിറ്ററുകളുണ്ട്. ഇതൊരു കപ്പാസിറ്ററാണ്, ഇത് വേറെ കപ്പാസിറ്ററാണ്, അതും വേറൊരു കപ്പാസിറ്ററാണ്. ആ 3 കപ്പാസിറ്ററുകളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല. അതാണ് അതിൻ്റെ igbt, ഇത് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഓൾറെഡി നമ്മളിതൊക്കെ ചെക്ക് ചെയ്തതാണ്. കപ്പാസിറ്ററുകൾക്കോ igbt-യോ ഒന്നും കംപ്ലൈൻ്റ് ഇല്ല. റെസിസ്റ്ററുകൾ നമുക്കൊന്ന് നോക്കാം. റെസിസ്റ്റർ അവിടെ ഓപ്പണായി പൊട്ടിക്കിടക്കുന്നുണ്ട്. ആ റെസിസ്റ്റർ നമുക്ക് അഴിച്ച് മാറ്റാം. K റെസിസ്റ്ററാണത്. ഇതാണ് നമുക്കിപ്പോൾ മുറിഞ്ഞിട്ടുണ്ടാവും, കാല് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഈ 470K റെസിസ്റ്റൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. എൻ്റെ കയ്യിൽ ആൾറെഡി 470K റെസിസ്റ്റർ ഇല്ല, അതിന് പകരം 270 270K റെസിസ്റ്ററാണ് എൻ്റെ കയ്യിൽ നിലവിലുള്ളൂ. 470 ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവും 270 258 260 കാണിക്കുന്നുണ്ട്. 270K റെസിസ്റ്ററാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് രണ്ടെണ്ണം ചേർത്ത് കൊണ്ട് നമുക്ക് 470 മാറ്റാം. 540K വരും. എത്ര രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുമ്പോൾ എത്ര റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. 270ൻ്റെ 2 റെസിസ്റ്റർ കൊടുക്കുമ്പോൾ എത്ര ഓംസ് കാണിക്കുന്നുണ്ട് നോക്കാം. രണ്ടും കൂടെ ചേർത്തിട്ട് സോൾഡർ ചെയ്യുന്നതാണ് നല്ലത്. തിരിച്ചു വെച്ചാൽ ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ലൂസ് കണക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. രണ്ടും കൂടെ നമ്മൾ ചേർത്ത് സോൾഡർ ചെയ്തിരിക്കുകയാണ്. നമുക്കത് ചെക്ക് ചെയ്യാം, എത്ര ഓംസ് കാണിക്കുന്നുണ്ട് നോക്കാം. ഫ്രെയിമിന് പുറത്തായി പോയി.
516 K ആണ് കാണിക്കുന്നത്. നമുക്ക് 470 മതി, എന്നാലും പ്രശ്നമില്ല. റെസിസ്റ്റൻസ് കുറച്ച് കൂടിയാലും ഒരു കാരണവശാലും കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയാൽ ചില പഠിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് 570 രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമുക്കത് ബോർഡിൽ ഫിറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈസി കുക്കിന് ചൂടാവാത്ത പ്രശ്നമാണ് എങ്കിൽ 90% ഈ റെസിസ്റ്റൻസ് ഏതെങ്കിലും ഒന്ന് പീക്കായതോ ഓപ്പൺ ആയതോ ആയിരിക്കും. 470 270 ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മളത് ബോർഡിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഫിറ്റ് ചെയ്ത ഭാഗമാണ് കാണുന്നത്. ഇനി നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യണം. ഇതൊരു റെസിസ്റ്ററിൻ്റെ വില എന്ന് പറയുന്നത് 50 പൈസ മുതൽ 1 രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ വില. അപ്പോൾ 1 രൂപയുടെ കംപ്ലൈൻ്റ് ആണ് ചുരുക്കി പറഞ്ഞാൽ ഇതിനുണ്ടായിരുന്നത്. നമുക്കൊന്ന് ആദ്യം ബോർഡ് സ്ക്രൂ ചെയ്തെടുക്കാം. ഫാന് സോക്കറ്റിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ കോയിൽ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. സെൻസർ ഫിറ്റ് ചെയ്തു. പല ഇൻഡക്ഷൻ കുക്കറുകൾ നമ്മൾ റിപ്പയർ ചെയ്യാറുണ്ടെങ്കിലും അതിൽ ഈസി കുക്കർ ഒരു നല്ല കുക്കർ തന്നെയാണ്.
ടെസ്റ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ആദ്യം പാത്രം വെക്കാതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പാത്രം വെക്കാത്ത സമയത്ത് അതിന് ബസർ അടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കേൾപ്പിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഓൺ ചെയ്യാം. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. വെള്ളം തിളക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്ന് പൊക്കി നോക്കിയതാണ് ബസർ അടിക്കുന്നുണ്ടോ എന്നുള്ളത്. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുക്കർ ഇപ്പോൾ ഓക്കെയാണ്. എത്ര സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കംപ്ലൈൻറ്റ് നമ്പർ 1 ആണ്. നോ ഹീറ്റിംഗ് കംപ്ലൈൻറ്റ്. ഇനി സ്വിച്ച് വർക്കാകാത്ത കംപ്ലൈൻറ്റുകൾ ഉണ്ടാവാം. അതുപോലെ ഓരോ പാർട്ടായിട്ട് നമുക്ക് ഓരോ വീഡിയോകൾ ചെയ്യാം. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ cptech 735 എന്ന എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകൾക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നമ്മുടെ കുക്കർ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു കുക്കർ നമുക്ക് ലഭിക്കുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാവുന്നതാണ്. അടുത്തൊരു കംപ്ലൈൻറ്റുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. ഗുഡ് ബൈ.